നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിനിടെ ഇറാനിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് അടുത്ത 6 മാസത്തേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി ഓസ്ട്രേലിയ. നിലവിൽ സാധുവായ വിസയുള്ളവർക്കും ഇന്നലെ മുതൽ ഈ നിയന്ത്രണം ബാധകമാകും. വിസ കാലാവധി കഴിഞ്ഞാലും ഇറാൻ പൗരന്മാർ തിരികെ പോകാൻ സാധ്യതയില്ലെന്ന ആശങ്ക മുൻനിർത്തിയാണ് ഓസ്ട്രേലിയൻ ആഭ്യന്തര വകുപ്പ് അടിയന്തര നിലപാട് സ്വീകരിച്ചത്. ആഭ്യന്തരമന്ത്രി ടോണി ബർക്കാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. ഈ നടപടി ഇതിനോടകം വിവാദമായിട്ടുണ്ട്. സർക്കാരിന് പെട്ടെന്നുള്ള ഈ തീരുമാനം ഏതാണ്ട് 6800ഓളം ഇറാൻ വിസ ഉടമകളെ നേരിട്ട് ബാധിക്കും. ഓസ്ട്രേലിയൻ പൗരന്മാരുടെ പങ്കാളികൾ, കുട്ടികൾ എന്നിവർക്ക് മാത്രമാണ് ഇതിന് ഇളവ് നൽകിയിട്ടുള്ളത്. പൗരന്മാരുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന നൽകിയേക്കും. എന്നാൽ മറ്റെല്ലാ സന്ദർശകർക്കും വിലക്ക് ബാധകമാണ്. ഓസ്ട്രേലിയയിലെ സ്ഥിരതാമസം എന്നത് സർക്കാരിന്റെ ബോധപൂർവമായ തീരുമാനമാകണം. അല്ലാതെ അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നവർ ഇവിടെ തങ്ങുന്നത് അങ്ങനെയല്ല എന്ന് ടോണി ബർക്ക് വ്യക്തമാക്കി. ആഗോളതലത്തിൽ മാറി മറയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ചും ദേശീയ താൽപര്യം മുൻനിർത്തിയുമാണ് ഈ നടപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ തീരുമാനം ധാർമ്മികമായ പരാജയമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും എംപിമാരും ആരോപിച്ചു. ഇറാൻ പൗരന്മാർ ഏറ്റവും കൂടുതൽ സുരക്ഷ ആഗ്രഹിക്കുന്ന സമയത്ത് ഓസ്ട്രേലിയയുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നത് വഞ്ചനയാണെന്ന് അസൈലം സീക്കർ റിസർച്ച് സെന്റർ കുറ്റപ്പെടുത്തി. ഇറാൻ ജനതയെ സഹായിക്കാനാണ് US-ഇസ്രായേൽ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതെന്ന ലേബർ സർക്കാരിന്റെ വാദം കപടമാണെന്നും ഗ്രീൻസ് സെനറ്റർ ഡേവിഡ് ഷോബ്രിഡ്ജ് പറഞ്ഞു. നിയമപരമായി വിസ നേടിയവരെ തടയുന്നത് ഓസ്ട്രേലിയയുടെ കുടിയേറ്റ സംവിധാനത്തിലുള്ള വിശ്വാസം തകർക്കുമെന്നും ഇത് അപകടകരമായ കീഴ്വഴക്കമാണെന്നും സ്വതന്ത്ര MP സാലി സ്റ്റെഗൽ മുന്നറിയിപ്പ് നൽകി. ഇറാൻ വനിതാ ഫുട്ബോൾ ടീമിലെ അംഗങ്ങൾക്ക് ഓസ്ട്രേലിയ മാനുഷിക വിസ അനുവദിച്ചതിന് പിന്നാലെയാണ് സാധാരണക്കാരായ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതെന്നും ശ്രദ്ധേയമാണ്. നിലവിൽ ഇറാൻ പൗരന്മാർക്ക് മാത്രമാണ് ഓസ്ട്രേലിയ ഈ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ ആക്രമണത്തിൽ ഓസ്ട്രേലിയ സർക്കാർ അമേരിക്കയ്ക്ക് തുറന്ന പിന്തുണ അറിയിച്ചിരുന്നു. ഇറാൻ അണവായുധം തേടുന്നത് തടയാനുള്ള അമേരിക്കയുടെ നടപടികളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ആന്റണി ആൽബനീസ് സർക്കാർ സ്വീകരിച്ചത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും പ്രദേശത്തെ സായുധ സംഘങ്ങൾക്ക് നൽകുന്ന പിന്തുണയും ലോക സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്നും കാൻബറ ആരോപിച്ചു. അതേസമയം ഓസ്ട്രേലിയ ഇറാൻ ജനങ്ങളോടൊപ്പമാണെന്നും അറിയിക്കുകയും ചെയ്തു. ഇറാനിലെ ജനങ്ങൾ അത്യാചാരത്തിനെതിരായ പോരാട്ടത്തിൽ ഓസ്ട്രേലിയ അവരുടെ കൂടെയാണെന്നും ആൽബനീസ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം തങ്ങളുടെ മണ്ണിലേക്ക് അമേരിക്കൻ സൈന്യം അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത്. US അധിനിവേശം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ 10 ലക്ഷത്തോളം വരുന്ന പോരാളികൾ സജ്ജമാണെന്നും ഇറാൻ ഭരണകൂടം അവകാശപ്പെട്ടു. മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇറാന്റെ പുതിയ നീക്കം. ഖാർഗ് ദ്വീപ് അടക്കം പിടിച്ചെടുക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറായേക്കുമെന്ന മുന്നറിയിപ്പുകൾക്കിടെയാണ് ഇറാൻ നിലപാട് കടുപ്പിക്കുന്നത്. US-ന്റെ ഭാഗത്തു നിന്നും കരമാർഗമുള്ള ഏതൊരു സൈനിക നീക്കവും ഉണ്ടായാൽ നിലവിലുള്ള ആണവ നയത്തിൽ മാറ്റം വരുത്താൻ തങ്ങൾ നിർബന്ധിതരാകുമെന്ന് ഇറാൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യം കടുത്ത ഭീഷണി നേരിട്ടാൽ നിലനിൽപ്പിനായി ഏതു മാർഗവും സ്വീകരിക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇക്കാര്യം അയത്തുള്ള അലി ഖമനേയുടെ വിശ്വസ്തരും സൈനിക വക്താക്കളുമാണ് വിദേശ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. തങ്ങളുടെ മണ്ണിലേക്ക് അമേരിക്കൻ സൈന്യം അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചാൽ ആണവായുധം നിർമ്മിക്കുമെന്നും അത് പ്രയോഗിക്കാൻ മടിക്കില്ല എന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അധിനിവേശമുണ്ടായാൽ പ്രതിരോധിക്കാൻ 10 ലക്ഷത്തോളം വരുന്ന പോരാളികൾ സജ്ജമാണെന്നും ഇറാൻ ഭരണകൂടം അവകാശപ്പെടുന്നു. അയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് പിന്നാലെ അധികാരമുറപ്പിച്ച വിപ്ലവ ഗാർഡിലെ തീവ്ര നിലപാടുകാരാണ് ആണവ നയത്തിൽ മാറ്റം വരുത്താൻ നീക്കം നടത്തുന്നത്. ആണവ നിർവ്യാപന കരാറിൽ നിന്നും പിന്മാറുന്നതിനെ കുറിച്ച് ഇറാൻ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്.